ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പ്രധാന മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ വാർത്ത ഇപ്രകാരമാണ്: അപ്പീൽ തള്ളിയിരിക്കുകയാണ്. അതായത് നമുക്ക് ഇന്നലെ മനസ്സിലാക്കിയതുപോലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി. അതിനെതിരെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പീൽ കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ സർക്കാർ. ഇന്ന് അത് കോടതി പരിഗണിച്ചിരിക്കുന്നു. അപ്പീൽ തള്ളിയിരിക്കുന്നു. അതായത് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന, ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഇത് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. അത് അന്തിമമായിട്ട് ഇപ്പോൾ ഇത് തീരുമാനമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിന് മേൽക്കോടതി, ഹൈക്കോടതി വീണ്ടും ഒരു അപ്പീൽ അത്തരത്തിലൊരു സാധ്യത കാണുന്നില്ല. മറിച്ച് കോടതിയുടെ തീരുമാനം വീണ്ടും കോടതി ശരിവച്ചിരിക്കുന്നു. എന്തായാലും റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ ഇടപെടാനില്ല. അത് ആ ഒരു കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കോടതി ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. അതിനെതിരെ ഒരു അപ്പീൽ സർക്കാർ കൊടുത്തപ്പോൾ അതിൽ ഇനി ഇടപെടാനില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ മുന്നിലേക്ക് രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ റീപബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇതിലെ അപാകതകളെല്ലാം തിരുത്തി അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് റീചെക്ക് ചെയ്തുകൊണ്ട് റീപബ്ലിഷ് ചെയ്തേണ്ടി വരും. അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റ് മുഴുവനായി റദ്ദാക്കുകയും ഇതിനൊരു ബദൽ എന്തെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് നിലവിലില്ല. സർക്കാരിന് പോലും ഉണ്ടാകില്ല. കടുത്ത പ്രതിസന്ധിയിലാണ്. എങ്ങനെ ഒരു വിഷയം പരിഗണിക്കുമെന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കീം ഇത്രയധികം ഒരു മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായ വർഷം ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. എന്തായാലും തിരിച്ചായാലും വിദ്യാർത്ഥികളെ അഫക്റ്റ് ചെയ്യും, സ്റ്റേറ്റ് സ്റ്റുഡൻസിനെ. അപ്പോൾ എപ്രകാരം ഈ ഒരു വിഷയം എടുക്കുമെന്നും എത്രയും പെട്ടെന്ന് ഈ റാങ്ക് ലിസ്റ്റ് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് പബ്ലിഷ് ചെയ്യുമെന്നും അടുത്ത നടപടി എന്തുമാണ് ഒക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.